പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. പലപ്പോഴും നമുക്കറിയാം, ഭർത്താക്കന്മാർക്കെതിരെ 498 പോലെയുള്ള ഒരു കേസൊക്കെ വരുന്ന സാഹചര്യത്തിൽ പുതിയതായിട്ട് ആർക്കെങ്കിലും പാസ്പോർട്ട് എടുക്കാനായിട്ട് പോകുമ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമോ എന്നുള്ളത് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 2020 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വിധിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവിന് അല്ലെങ്കിൽ ആർക്കെതിരെയാണെങ്കിലും കുഴപ്പമില്ല, ഒരു പെൻഡിങ് ക്രിമിനൽ കേസ് നിലവിൽ ഉണ്ട് എങ്കിൽ പോലും അവർക്ക് പുറം രാജ്യത്തേക്ക് പോകുവാനായിട്ടുള്ള പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ തടസ്സങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുവാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട് എന്നും, ആ റീസൺ എന്ന് പറയുന്നത് ശരിക്കും രാജ്യത്തിൻ്റെ പുരോഗതിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്കോ തടസ്സമുണ്ടാകുന്ന രീതിയിലുള്ള വളരെ ഗ്രാവിറ്റിയുള്ള ഒരു റീസൺ ആണെങ്കിൽ മാത്രമേ തടയുവാനായിട്ട് പാടുകയുള്ളൂ എന്നാണ് വിധി. അപ്പോൾ ആ വിധിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ഇവിടെ നമുക്ക് നോക്കാം. വിധി ഇങ്ങനെയാണ് പറയുന്നത്: ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹെൽഡ് ദാറ്റ് ദ ഗവൺമെൻറ് cannot refuse to issue a passport to a citizen on the ground that there is a pending criminal case against the citizen. The court held that the right to travel is a fundamental right and that the government cannot infringe on this right without a valid reason എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടുകയും വിദേശ രാജ്യത്തേക്ക് പോകുവാനും പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക.